ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്മനിപ്പൂവിൻ്റെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ രേവതിയുടെ കാലിൽ പ്ലാസ്റ്ററൊക്കെ അയച്ചതിന് ശേഷം വീട്ടിലേക്ക് വരുന്നത് കാണുമ്പോഴത്തേക്കും അച്ചമ്മയ്ക്ക് രവിക്കും ശ്രീകാന്തിനൊക്കെ ഭയങ്കര സന്തോഷമാവുന്നുണ്ട് കേട്ടോ. അതേ രീതിയിൽ വളരെയധികം സന്തോഷത്തോടു കൂടി തന്നെയാണ് സംസാരിക്കുന്നത്. ഈ ഒരു സമയത്ത് അച്ചമ്മ പറയുന്നുണ്ട്, രേവതി മോളെ നിന്റെ കാലിലൊക്കെ കെട്ടയച്ചു എന്നും പറഞ്ഞുകൊണ്ട് വീടിൻ്റെ ഉള്ളിൽ മുഴുവൻ ഓടുന്നതിന് എല്ലാ പണികളൊന്നും ചെയ്യുന്നു വേണ്ട, മാത്രമല്ല പൂക്കച്ചവടം അത് തൽക്കാലത്തേക്ക് വീടിനുള്ളിലുള്ളത് മാത്രം ചെയ്താൽ മതി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും രേവതിയെ സമ്മതിച്ചു കൊടുക്കട്ടെ. ഈ ഒരു സമയത്താണ് ശ്രുതിയും അങ്ങോട്ടേക്ക് വന്ന ഉടനെ തന്നെ ശ്രുതി പറയുന്നുണ്ട്, ആഹാ രേവതിയുടെ കാലമൊക്കെ എനിക്ക് എന്തായാലും ഭയങ്കര സന്തോഷമായി, എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു എന്നൊക്കെ പറയുമ്പോൾ അച്ഛമ്മയെ രവിയൊക്കെ ഒന്ന് ആക്കിയൊന്ന് മോളുവാണ്. ഈ ഒരു സമയത്ത് തന്നെ സച്ചി പറയുന്നുണ്ട്, പിന്നെ പാർലറത്തിലെ പ്രാർത്ഥനയല്ലേ, തീർച്ചയായിട്ടും രേവതിക്ക് വേണ്ടി പാർലറത്തിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കളിയാക്കുന്ന നേരത്തെ വർഷ പറയുന്നുണ്ട്, ചിലപ്പോൾ ശ്രുതി അടുത്ത് പ്രാർത്ഥിച്ചു കാരണം രേവതിച്ചൊരു കാല് ശരിയായാലാണല്ലോ ശ്രുതി ചേച്ചിക്ക് അടുക്കളയിൽ കയറാതിരിക്കാൻ പറ്റുകയുള്ളൂ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അത് നേരായിരിക്കും സച്ചി പറയുന്നുണ്ട്. എന്നാൽ ഇതെല്ലാം തന്നെ ശ്രുതിക്ക് നല്ല തിരിച്ചടി കിട്ടുന്നുണ്ട്. ആ ഒരു സമയത്ത് അച്ഛമ്മ പറയാണെങ്കിൽ എന്തായാലും പണ്ടത്തെ പോലെ മോള് അടുക്കളയിൽ കയറി പണി ചെയ്യുന്നു വേണ്ട, 3 മരുമക്കളുണ്ടല്ലോ, അവർ 3 പേരും കൂടെ കൂടി ചേർന്ന് വീട്ടിലെ പണികളൊക്കെ ചെയ്യട്ടെ, എല്ലാവരും പറഞ്ഞത് കേട്ട് അടിമപ്പണി ചെയ്യാൻ നിൽക്കണ്ടേ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഞാൻ എത്ര തവണ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെന്ന് അച്ഛമ്മ, എന്നിരുന്നാലും രേവതി തന്നെ അടുക്കളയിൽ കയറി എല്ലാ കാര്യങ്ങളും ചെയ്യുമെന്ന് സച്ചി പറയുകയാണ്. ഇനി എന്തായാലും അത് വേണ്ട എന്ന് അച്ഛമ്മ പറയാണ്ട് അതിന് ശേഷം അച്ഛമ്മ പോകാതിരുന്ന സമയത്ത് രേവതി പറയുന്നുണ്ട്, അച്ഛമ്മ പോകണോ ഇന്നെന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും പോകണം, ഞാൻ ചെന്നില്ല എന്നാണെങ്കിൽ അവിടുത്തെ പണികളൊന്നും തന്നെ നടക്കുകയില്ല എന്നൊക്കെ അച്ഛമ്മ പറയാണ്. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് രവി പറയുന്നത്, എന്തായാലും അമ്മയുടെ 80ാം പിറന്നാൾ വരികയല്ലേ, അത് നമുക്ക് എന്തായാലും ആഘോഷിച്ച് കളയാമെന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു സമയം തന്നെ അച്ഛമ്മ പറയുകയാണ്, എൻ്റെ 80ാം പിറന്നാൾ എല്ലാവരും വീട്ടിലേക്ക് വരണമെന്നൊക്കെ പറയുമ്പോഴത്തേക്കും രവിക്കും സച്ചിക്കും ഭയങ്കര സന്തോഷമായിട്ട് അവർ 3 പേരും വരാമെന്ന് സമ്മതിക്കുന്നില്ല. ശ്രുതിയാകട്ടെ ബിസിനസ്സിൻ്റെ തിരക്കാണ്, പാലകൾ പതുക്കെ തിരക്ക് വന്ന് തുടങ്ങി, അതുകൊണ്ട് വരാൻ പറ്റുകയില്ല എന്ന് പറയുന്നുണ്ട്. കൂടുതലും ശ്രീകാന്തും വർഷയും ജോലിയുടെ തിരക്കാണെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അച്ഛമ്മ ഭയങ്കര സങ്കടമാവട്ടെ. അച്ഛമ്മ പറയുന്നുണ്ട്, എൻ്റെ 80ാം പിറന്നാൾ ആഘോഷിക്കുന്നതിന് വേണ്ടിയിട്ട് ആരും വരണ്ട അങ്ങോട്ടേക്ക് എന്നൊക്കെ പറഞ്ഞ് അച്ഛമ്മ സങ്കടപ്പെടുന്ന കാണുമ്പോഴത്തേക്കും രേവതി പറയുന്നത്, അച്ഛമ്മ സങ്കടപ്പെടുന്ന എന്തിനാ, അച്ഛമ്മയുടെ 80ാം പിറന്നാൾ നമുക്ക് ഇവിടെ നന്നായിട്ട് ആഘോഷിക്കാമല്ലോ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും എല്ലാവർക്കും അത് ഭയങ്കര സന്തോഷമുണ്ട്. വേഗം ശ്രീകാന്ത് പറയുന്നുണ്ട്, അതിൻ്റെയാലും നല്ലൊരു തീരുമാനമാണ്, നമുക്കിവിടെ അടിച്ചു പൊളിക്കാം, അച്ഛമ്മ 80ാം പിറന്നാളിൻ്റെ തലേ ദിവസം തന്നെ ഇങ്ങോട്ട് വേഗം വായോ എന്നും പറഞ്ഞുകൊണ്ട് അച്ഛമ്മ അവിടെ നിന്ന് യാത്രയാക്കാൻ കേട്ടോ. അച്ഛമ്മ പോയി കഴിയുമ്പോഴത്തേക്ക് രവിക്കൊക്കെ ഭയങ്കര സങ്കടമാവുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്ന രവി പത്രം വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് സച്ചിയും ശ്രീകാന്തും അങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ. വന്ന ഉടനെ തന്നെ ശ്രീകാന്ത് പറയുന്നുണ്ട്, അച്ഛമ്മയുടെ 80ാം പിറന്നാൾ നമുക്ക് അടിച്ചു പൊളിക്കേണ്ട അച്ഛ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും വേണം, ഇതിനു മുന്നേ അമ്മയുടെ പിറന്നാൾ വന്നപ്പോഴെല്ലാം തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് അമ്മയെ പോയി കാണുക മാത്രമേ ചെയ്തുള്ളൂ, മാത്രമല്ല ഇതിനു മുന്നേ 60ാം പിറന്നാൾ നടത്തിയിരുന്നു വളരെ ഗംഭീരമായിട്ട്. ആ ഒരു സമയത്ത് നിങ്ങളെല്ലാവരും ചെറുതായിരുന്നു, നിങ്ങൾക്ക് അതും തന്നെ മേടിച്ചു കൊടുക്കാനോ ഒന്നും തന്നെ സാധിക്കില്ല, എന്നാൽ ഇപ്പോൾ നിങ്ങൾ വളർന്നു മുതിർന്നവരായി, മാത്രമല്ല കല്യാണം കഴിഞ്ഞു, അതുകൊണ്ട് തന്നെ നിങ്ങൾ അച്ഛമ്മയ്ക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ശ്രീകാന്തിന് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. ശ്രീകാന്ത് പറയുകയാണ്, എന്തായാലും ഇതേക്കുറിച്ച് കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്ന വർഷയാണ്, ഈ ഒരു ആഘോഷം ഗംഭീരമാക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും അവർക്കറിയാം, അവളോട് ഞാൻ ചോദിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പോകുന്ന സമയത്ത് സച്ചിയോട് പറയുന്നുണ്ട്, സച്ചിയോട് നമുക്ക് 80ാം പിറന്നാൾ അടിപൊളിയായിട്ട് ആഘോഷിക്കണം, നമ്മൾ കൊച്ചുമക്കൾ വേണം എല്ലാ കാര്യങ്ങളും മുന്നിൽ നിന്ന് ചെയ്തു കൊടുക്കാനായിട്ട്, പിന്നെ ഈ ഒരു ബർത്ത്ഡേ ആഘോഷം അത് അച്ഛൻ്റെ പേരിലാകട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത് അവിടെ നിന്ന് പോവുകയാണ്. സച്ചി വളരെ സങ്കടത്തോടെ തന്നെ അവിടെ നിന്നിട്ട് പോകുന്ന കാണുമ്പോഴത്തേക്ക് രവി ചോദിക്കുന്നുണ്ട്, നിനക്കെന്തൊക്കെ സച്ചിയെ പറ്റിയത്, നീ ആകെ മൂഡ് ഓഫ് ആണല്ലോ എന്ന് ചോദിക്കുന്ന നേരത്തെ ഒന്നുമില്ല എന്നും പറഞ്ഞിട്ടാണ് സച്ചി അവിടെ നിന്നിട്ട് പോകുന്നത്. പിന്നീട് കാണിക്കുന്ന ഉമ്മറത്തിരിക്കുകയാണ് രവി. ആ ഒരു സമയത്താണ് ചന്തയും കൂട്ടിക്കൊണ്ട് ശ്രുതി തിരികെ വന്ന ഉടനെ തന്നെ രവിയോട് വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. മാത്രമല്ല രേവതിക്ക് ഇപ്പം ഇങ്ങനെയൊന്ന് കാലിന് കുറഞ്ഞോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും സച്ചി അങ്ങോട്ടേക്ക് വരുന്നത്. സച്ചി വന്നതിന് ശേഷം പറയുന്നത്, രേവതിയുടെ കാലിന് നല്ല കുറവുണ്ട് അച്ഛാ, ഇത് പിന്നെ കാലിന് കുറവില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ ഒന്നുകൂടി തീർത്ഥാടനത്തിന് പോകാനായിട്ട് റെഡിയാകുമെന്നൊക്കെയാണ് സച്ചി പറയുമ്പോഴത്തേക്കും രവിയായിട്ട് ഇവനോട് മിണ്ടായിരിക്കാൻ പറഞ്ഞാൽ വന്ന് ചെറിയില്ല, അതിന് മുന്നേ അവൻ തുടങ്ങി എന്നും പറഞ്ഞുകൊണ്ട് സച്ചിയോട് ദേഷ്യപ്പെട്ടിട്ടാണ് അകത്തേക്ക് കയറി പോകുന്നത്. പിന്നീട് കാണിക്കുന്നത് നമ്മൾ ആനന്ദിനെ കാണുന്നതിന് വേണ്ടിയിട്ട് ശ്രുതി പാർക്കിലേക്കായിട്ട് ചെല്ലുന്നുണ്ട്. ശ്രുതിയെ കാണുമ്പോൾ ആനന്ദിനെ ഭയങ്കര സന്തോഷമാവുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇവർ വിശേഷങ്ങളൊക്കെ ചോദിക്കുന്ന സമയത്ത് ശ്രുതി തനിക്ക് പറ്റിയ ഒരു അബദ്ധത്തെക്കുറിച്ചായിട്ട് ആനന്ദിനോട് തുറന്ന് പറയാം. അതായത് ശ്രുതിയുടെ ഷോറൂമിൽ നിന്ന് 5 ലക്ഷം രൂപയുടെ സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് പോവുകയും പിന്നീട് പണം തട്ടിക്കുകയൊക്കെ ചെയ്തല്ലോ, ആ കാര്യങ്ങളെല്ലാം തന്നെ ആനന്ദിനോടായിട്ട് തുറന്ന് പറയുന്നത്. കൂടുതൽ തന്നെ 5 ലക്ഷം രൂപ നഷ്ടപ്പെട്ടതിന് പകരം രേവതി സ്വർണ്ണം പണയം വെച്ച കാര്യമൊക്കെ ആനന്ദിനോട് പറയുന്ന സമയത്ത് ആനന്ദ് പറയുക, നല്ല അമ്മ നിന്നെ രക്ഷിക്കുന്നതിന് വേണ്ടി അനിയൻ്റെ സ്വർണ്ണം അവരോട് ചോദിക്കാതെ എടുത്തു തന്നല്ലോ, എന്തായാലും കൊള്ളാം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ശ്രുതി പറയുന്നുണ്ട്, എടാ അതൊന്നും ഗതികേട് കൊണ്ട് സംഭവിച്ചു പോയതാണ്, നീ എന്തായാലും എനിക്ക് വേണ്ടിയിട്ടൊരു ഹെൽപ്പ് ചെയ്യണം, ഒരു 5 ലക്ഷം രൂപ തന്നെ സഹായിക്കണം, പണ്ടത്തെ പോലെ ഒന്നല്ല നിനക്കറിയാലോ, ഞാൻ എന്തായാലും തീർച്ചയായിട്ടും നിന്റെ പണം പലിശ സഹിതം തിരിച്ചു തരുന്നതായിരിക്കുമെന്ന് ശ്രുതി പറയുന്ന നേരത്ത്, ഓ നീ എന്നെ അന്വേഷിച്ചു വന്ന് ഇതിന് വേണ്ടിയിട്ടായിരുന്നില്ല ശ്രുതി, നിന്റെ ഒരു കാര്യം ഇവിടെ നടക്കാൻ പോകുന്നില്ല, നിനക്ക് തരാൻ എൻ്റെ കയ്യിൽ പണവുമില്ല എന്നും പറഞ്ഞിട്ടാണ്
ആൻ്റെ ശ്രുതി അവിടെ നിന്ന് പറഞ്ഞയക്കുന്നത്. പിന്നീട് കാണിക്കാൻ സച്ചി എന്തൊക്കെയോ കാര്യങ്ങൾ ആലോചിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് രേവതി അങ്ങോട്ടേക്ക് വരുന്നത്. രേവതി വന്ന് കാല് നിരക്കുന്ന സമയത്ത് അച്ഛമ്മയുടെ 80ാം പിറന്നാൾ വരികയാണെന്ന് മാത്രമല്ല, എന്നെ വളർത്തി വലുതാക്കിയത് അച്ഛമ്മയാണെന്നും തൻ്റെ എല്ലാ കാര്യങ്ങളും അമ്മയുടെ സ്ഥാനത്ത് നിന്ന് തന്നെ സ്നേഹിച്ചതും എല്ലാം തന്നെ അച്ഛമ്മയായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചി വളരെയധികം സങ്കടത്തോടും സ്നേഹത്തോടും പറയാൻ കൂടുതൽ തന്നെ പറയുന്നുണ്ട്. അച്ഛമ്മയുടെ 80ാം പിറന്നാൾ വരുന്ന സമയത്ത് നമുക്ക് നല്ലൊരു ഗിഫ്റ്റ് തന്നെ അച്ഛമ്മയ്ക്ക് കൊടുക്കണ്ടേ എന്ന് ചോദിക്കുമ്പോൾ വേണമെന്ന് രേവതി പറയുന്നുണ്ട്. സച്ചി എന്ന മനസ്സിൽ എന്തെങ്കിലും ആഗ്രഹമുണ്ടോ എന്ന് ചോദിക്കുന്ന നേരത്ത് ഒരു 2 പവൻ്റെ ചെയിൻ മേടിച്ചു കൊടുക്കണമെന്ന് തനിക്ക് ആഗ്രഹമുണ്ട് സച്ചി പറയുകയാണ്. പെട്ടെന്ന് തന്നെ രേവതി പറയുന്നുണ്ട്, എന്തായാലും നല്ലൊരു കാര്യമാണ്, പക്ഷേ 2.5 പവൻ എന്ന് പറയുമ്പോൾ 2 ലക്ഷം രൂപ എടുത്ത് വരുമെന്നൊക്കെ രേവതി പറയുന്നുണ്ട്. എന്തായാലും അത് പലിശക്കാരുടെ കയ്യിൽ നിന്ന് പണം മേടിക്കാം, എങ്ങനെയല്ല അച്ഛമ്മയ്ക്ക് സമ്മാനം മേടിച്ചു കൊടുത്തേ മതിയാവുകയുള്ളൂ എന്നൊക്കെ സച്ചി പറയുമ്പോഴത്തേക്കും രേവതി അത് സമ്മതിക്കാൻ അങ്ങനെ ഇരുവരും കൂടിയിട്ട് അച്ഛമ്മയെക്കുറിച്ചും അതുപോലെ തന്നെ അച്ഛമ്മയുടെ 80ാം പിറന്നാൾ ആഘോഷിക്കുന്ന സമയത്ത് കൊടുക്കേണ്ട സമ്മാനങ്ങളെക്കുറിച്ചൊക്കെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.